ഫിലിമിന്റെ ബാക്കിൽ ഒത്തിരി വിമലിൻ്റെതായ വർക്കും ഹോം വർക്ക്സും ഉണ്ട്. വൈഫിന്റെ കോൺട്രിബ്യൂഷൻ എന്തോരം ഉണ്ടായിരുന്നു? കഥ വന്ന് പറഞ്ഞപ്പോഴും പേര് നിജു എന്നാണേ, ലിജു അല്ല, തെറ്റി പോരുത്, NIJU. അതുകൊണ്ട് തെറ്റരുത്, നമുക്ക് തെറ്റാൻ പാടില്ല. പറയൂ നിജു. ഫസ്റ്റ് ഡോക്യുമെന്ററി ചെയ്യുന്നതിന് മുമ്പ് വിമൽ ഈ കഥ പറഞ്ഞോ? അല്ല, ഇതിനു വേണ്ടി പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊയ്തീൻ എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ? അത് BP റഷീദ്, മൊയ്തീൻ്റെ ജീവിച്ചിരിക്കുന്ന സഹോദരൻ. അദ്ദേഹം സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് എന്തൊരു വിഷയത്തിന് വന്നപ്പോൾ ഞാൻ യാദൃശ്ചികമായി പരിചയപ്പെട്ടതാണ്. ഞാൻ അന്ന് ഋഷിയോട് ചോദിച്ചു, ഋഷിക്ക് ഇങ്ങനെ കോഴിക്കോട് ഭാഗത്ത് എന്തെങ്കിലും മഹാത്യാഗം ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. നമുക്കൊരു കഥയും കൂടെ വേണമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞത് മഹാത്യാഗം അതിശയം കേൾക്കാൻ വരട്ടെ. എന്റെ അതിശയം ഇത് അവിടെ പോയിട്ട് കഴിച്ചില്ല? ഇല്ല. ഇത് മലബാറിലെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെയിൻ വിഭവമാണ് ഈ സാധനം. അതിശയം അന്നും ഇന്നും ഇത് കഴിക്കുന്നതിന് മുമ്പ് ഒരേ കാഞ്ചനയും മൊയ്തീനും മാത്രമായിരുന്നു. ഇപ്പോൾ കാഞ്ചനയും മൊയ്തീനും അപ്പൊ ആ ഹിറ്റ് നമ്പറിലേക്ക് ഞങ്ങൾ കൂടെ കേറി അറിയാതെ. ഇനി പറഞ്ഞോളൂ, കഥ പറയൂ. പുള്ളി പറഞ്ഞത് ഇതാണ്: എൻ്റെ ഏട്ടത്തി അമ്മ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നു. കഥ ഇതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏട്ടത്തിയമ്മ എന്ന് പറയുന്നത് അവർ കല്യാണം കഴിഞ്ഞിട്ട് ആണോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഏട്ടൻ്റെ വിധവയാണ് എന്നത്. അതിൽ നിന്നാണ് ഈ സാധനം വർക്കൗട്ടായി ഞാൻ അങ്ങോട്ട് പോകുന്നത്. ശരിക്കും ആ അമ്മയോട് ആദ്യം സംസാരിക്കുമ്പം വിമലിന് എന്നാ തോന്നി? അമ്മയാണോ കഥ പറഞ്ഞു തരുന്നത് അതോ റഷീദിക്കയാണ് ആദ്യം ഇത് പറയുന്നത്? എന്നിട്ട് അത് കഴിഞ്ഞ് കാഞ്ഞിരത്തിലെ അവിടെ സേവാമന്ദിറിൽ പോയി. സേവാമന്ദിറിൽ പോയി ആദ്യം ഞാൻ കാണുന്ന സീനെന്ന് വെച്ചാൽ, ഈ സേവാമന്ദിറിൻ്റെ ആ വാതിൽ കടന്ന് ഇവരകത്തേക്ക് വരുന്നു. എന്നിട്ട് ഈ സാരിയുടെ തലപ്പ് ഇങ്ങനെ ഇട്ടിട്ട് മൊയ്തീൻ്റെ 3-4 ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ തൊട്ട് തൊഴുതു. അന്ന് 73 വയസ്സാണ്. തൊട്ട് തൊഴുതിട്ട് അവിടെ ഇരിക്കുന്നു. ശരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പത്തെ ലവേഴ്സ് ശരിക്കും കേട്ടോ, ഇന്ന് ഫോൺ ചെയ്തില്ലെങ്കിൽ നാളെ കളഞ്ഞിട്ട് പോകുന്ന പരിപാടി അല്ല ഇവരുടെ. ഇതിനപ്പുറത്തേക്ക് ഒരു പ്രണയം എന്തായാലും ബഹുമാനായ ഷാജി കൈലാസിന്റെയും ആനിയുടെയും പ്രണയത്തിന്റെ 1000 മുകളിലായിരിക്കും തീർച്ചയായിട്ടും കാഞ്ചനയും മൊയ്തീനും പ്രണയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതിപ്പോ എനിക്ക് തോന്നുന്നു കേട്ടിട്ട്, ഈ കഥയെല്ലാം കേട്ടിട്ട് അങ്ങനെ ഒരു ആരും ഇല്ല. ഇപ്പത്തെ 2000 സെഞ്ചുറിയിൽ ഒട്ടും കാണത്തില്ലായിരിക്കും അല്ലേ? തീർച്ചയായും. ആ അമ്മ കണ്ടു എന്ന് വിളിച്ചു പറയുകയോ എല്ലാം ചെയ്ത അവർ ഇത് കാണാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ കാണരുത്. കണ്ടാൽ അവർ ഹൃദയം പൊട്ടി മരിക്കും. അതാ കൺമുന്നിൽ ഒരു മൊയ്തീൻ, ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന മൊയ്തീൻ കൺമുന്നിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. ശരിക്കും അല്ലേ? അമ്മ തകർന്നു പോയുള്ളൂ. അതുകൊണ്ട് അവർ കാണരുത് എന്നുള്ളതാണ്. എനിക്ക് ഒരു തോന്നുന്നുണ്ട്. കഴിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ അത്ഭുതം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഈ ആനീസ് കിച്ചണിൽ പരീക്ഷിക്കപ്പെട്ടതാണ്. ഞങ്ങളുടെ പ്രേക്ഷകർ സാക്ഷിയാ. സ്ക്രിപ്റ്റ് എല്ലാം ഞങ്ങൾ തന്നെയാണ്. എന്തായാലും ഇത് അതിശയിപ്പിച്ചു. ആണോ? കണ്ടോ? അപ്പൊ പിന്നെ എന്തായാലും ഇപ്പത്തെ എന്നാ പറയുന്നത്, സൂപ്പർ ഹിറ്റ് ഡയറക്ടറിന് സൂപ്പർ ഹിറ്റ് ഫിലിം പോലെ നമ്മുടെ ഒരു ചെറിയൊരു ഹിറ്റ് ആയിട്ടുണ്ട്. അതിന്റെ അത്ര എത്തിയില്ല, എന്നാലും ഇനി പിന്നെ എന്നാ കെറിട്ട് കിട്ടാനാ അല്ലേ? ഇച്ചിരി ഒന്ന് പൊങ്ങിയേക്കാ അല്ലേ? ഈ വീട്ടില് എങ്ങനെയാ വിമൽ? വീട്ടില് ഭാര്യയ്ക്ക് ജോലി ഉണ്ടായത് കൊണ്ട് പുറത്തിറങ്ങിയതാണ് എന്ന് നിന്റെ മൊയ്തി. ഇവൾക്ക് കൂടെ ഇത് തൊഴിലായിരുന്നുവെങ്കിൽ അടിച്ച് തെറ്റിപ്പിരിഞ്ഞ്. പിള്ളേര്? ഒരു മോളാണ്, അദ്വൈത, 2nd സ്റ്റാൻഡേർഡ് ആണ്. വീട്ടില് പഠിപ്പിക്കുന്ന ആരാ? പ്രൊഫസറാണോ അച്ഛനാണോ? ഞാനല്ല, സെക്ഷനേ ഇല്ല. അപ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ കൂടെ ആണ്. അത് ചേട്ടൻ ഇതിലോട്ട് പോയപ്പോഴത്തേക്ക് അനിയത്തി എൻ്റെ കൂടെ വന്ന് നിൽക്കുകയാണ്. മാരേജ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അയാളും ഞാനും കൂടെ മോള് പഠിപ്പിക്കുന്നത്. ഒരാള് പോരാ 2ാം ക്ലാസ് കൊച്ചിനെ പഠിപ്പിക്കാൻ. എന്നിട്ടും അവളൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കൊച്ചു പിടിക്കട്ടോ, സമ്മതിച്ചില്ല. ഒരാൾ പ്രൊഫസർ, മറ്റേയാൾ MBA, വലിയ സംഭവം. കൊച്ചിന്റെ അവസ്ഥ പഠിക്കാൻ വിധിക്കപ്പെട്ടവൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതാണ് സത്യം. എനിക്ക് വിമലിന്റെ അവസ്ഥ ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങി. അതെ, മനസ്സിലായി. എന്തായാലും എന്നാ പറയുന്നത്, വീട്ടില് വിമൽ ഇങ്ങനെ ആണെങ്കിലും പക്ഷെ വെളിയില് നമ്മുടെ കാഴ്ചപ്പാടിൽ അതല്ല. നമ്പർ 1 സൂപ്പർ ഹിറ്റ് ഡയറക്ടർ അല്ലേ? ഇപ്പോൾ നോക്കിയതിന് അർത്ഥം ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ലല്ലോ. എനിക്ക് തൊഴിലില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? വിമലിന്റെ വീട്ടിന്റെ അവസ്ഥ എന്തായാലും ഇവർ പറഞ്ഞു, ഞാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല.
ഇവര് പറഞ്ഞത് തന്നെ നമുക്ക് മനസ്സിലായി. നിജുവിനെ പറ്റി നല്ല ഇംപ്രഷൻ ആട്ടോ ഇപ്പൊ പ്രേക്ഷകർക്ക്. എന്തായാലും ഞാനായിട്ട് പറഞ്ഞല്ല, ഭർത്താവായിട്ട് തന്ന ക്രെഡിറ്റ് തന്നെയാ. പക്ഷെ എന്തോ ആയിക്കോട്ടെ, ശരിക്കും നിജുവിന് ഞാൻ അത് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അവളുടെ റിയാക്ഷനുകൾ അധികം പോകണ്ടെന്ന് അതായത് അല്ലാതെ ഞാൻ ആലോചിച്ചാൽ എന്താണ് ഒരു ഇത്തരത്തിലൊരു സപ്പോർട്ടും ഒരു പശ്ചാത്തലം ഒരു കുടുംബത്തിൻ്റെ ഒരു കൈത്താങ്ങൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ, കാരണം ഭാര്യയാണ്, ഭർത്താവാണ്, മകളുണ്ട്, ജീവിത ലക്ഷ്യങ്ങൾ, മാനസികമായ ഒരുപാട് അടുപ്പങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അതൊക്കെ ആണല്ലോ നമ്മൾ തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത് നാളെ നന്നാവും, മറ്റന്നാൾ ശരിയാവും, അങ്ങനെ ഓരോ ദിവസം ആഴ്ചകൾ. അതെ, അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഹിമാലയം പോലെ ഇദ്ദേഹം നിന്നതുകൊണ്ട്, അതെ അതെ അതെ, നോട്ട് ദ പോയിന്റ്. അതെ, അങ്ങനെ ഒരു താങ്ങ് അങ്ങനെ ഒരു ഉള്ളത് വാസ്തവത്തിൽ ഭയങ്കരമായി എന്നെ മാനസികമായും എല്ലാ അർത്ഥത്തിലും സക്സസ് ഒരു എന്താ പറയാ സക്സസ്ഫുൾ മാൻ, ഒരു വിമൻ എപ്പോഴും ബിഹൈൻഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇതിനകത്തൊക്കെ ശരി വെക്കുക അല്ലേ. ഇതിനെപ്പറ്റി കൂടുതൽ ഇനി നിജു പറഞ്ഞു കഴിഞ്ഞാൽ ആ 2ാം ക്ലാസ്സുകാരുടെ അവസ്ഥയായിരിക്കും മിക്കവാറും വിമലിന്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചോദിച്ചാൽ വിമൽ ചിലപ്പോൾ സത്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നെന്നിരിക്കും. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ 2ാം ക്ലാസ്സുകാര് ഓർത്തോ, ഓരോ കാര്യം പറയുമ്പോഴും നടുക്ക് ഇങ്ങനെ ഇരുന്ന് കൊടുക്കേണ്ടി വരും. അതിശയപത്രി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവാം. ഇതൊക്കെ പോയി അനുഭവിക്കേണ്ടത് ഞാൻ. അന്നേരം ഞങ്ങളാരും കാണൂല. ഇടി ഉറപ്പ്. ഇടി ഇല്ലെങ്കിലും ആ കുഞ്ഞിന്റെ അവസ്ഥ എപ്പോഴും മനസ്സിൽ കണ്ടോണം കേട്ടോ.